ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ അടുത്ത ദിവസം 27-ാം തീയതി നാളെ സമസ്തക്കൊരു കൈത്താങ് എന്ന് പറയുന്ന ഫണ്ട് ശേഖരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സമസ്തയുടെ പ്രവർത്തന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം. ആ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് ഇന്നലെ നിങ്ങൾ സുപ്രഭാതം പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാ വർഷവും അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓരോ വർഷവും ആ ഫണ്ട് ശേഖരണത്തിലൂടെ ലഭ്യമാകുന്ന തുക നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, അന്യ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, മദ്രസകൾക്ക് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് വിനിയോഗിക്കാറുള്ളതെന്ന് വളരെ സുതാര്യമായി കൃത്യമായിട്ട് പറയാറുണ്ട്. എല്ലാവർക്കും അറിയാം. എന്നിട്ടൊരു അന്ധമായ ഒരു വ്യാപകമായ ഒരു പ്രചരണം ഈ പിരിവൊക്കെ കൊണ്ടുപോകുന്നത് സുപ്രഭാതത്തിലേക്കാണ്. ഈ സുപ്രഭാതത്തിലേക്കാണെന്ന് വിചാരിക്കുന്നത് എന്താ കുഴപ്പം? ഇനി സുപ്രഭാതത്തിലേക്കാണ് ഈ ഫണ്ട് സുപ്രഭാതത്തിലേക്ക് ഇതിന്റെ ഫണ്ടൊന്നും പോകുന്നില്ല. വളരെ അപൂർവം, വളരെ കുറഞ്ഞൊരു വിഹിതം മാത്രമേ സുപ്രഭാതത്തിൽ ലഭ്യമാകുന്നുള്ളൂ. പക്ഷെ അതല്ല, ഇനി അത് സുപ്രഭാതത്തിനാണ് പിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്താ കുഴപ്പം? സുപ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നോ വന്നു കയറിയ പത്രം മറ്റുമാണോ? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഖപത്രമല്ലേ? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവർ അംഗങ്ങളും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ഉൾപ്പെടുന്ന ഒരു സംഘമല്ലേ ആ പത്രത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അപ്പൊ വ്യാപകമായ പ്രചരണം ഈ പത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തുന്നത്. അതുകൊണ്ട് മുഅല്ലിങ്ങൾ സഹകരിക്കാൻ പാടില്ല, ഉസ്താദുമാർ സഹകരിക്കാൻ പാടില്ല. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ അതിന്റെ തിട്ടൂരം പുറപ്പെടുവിച്ചു കൊടുക്കുകയാണ് പല സ്ഥലങ്ങളിലും. നിങ്ങൾ ആലോചിച്ചു, ഇതിന്റെ ആത്യന്തികമായ താല്പര്യം എന്താണ്? ഈ കൈത്താങ് ഫണ്ട് ശേഖരണത്തിലൂടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാനും മദ്രസ നിർമ്മിച്ചു കൊടുക്കാനും ദീനീ പ്രവർത്തന രംഗത്ത് ഈ കൈത്താങ് ഫണ്ട് കൊണ്ട് വലിയ വിപ്ലവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിപ്ലവം. നമുക്കറിയാം, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ധാരാളം ഹാദിയ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം മദ്രസകൾ. ആ മദ്രസകൾക്ക് വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് ഈ ഫണ്ടിൽ നിന്നാണ് മദ്രസ പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ടിൽ നിന്നാണ് അതിന്റെ മുഫദ്ദിസുമാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് വിദ്യാഭ്യാസ ബോർഡിൽ വിളിച്ചിട്ട് ഈ വർഷം നമ്മുടെ ഹാദിയ മദ്രസകൾക്ക് ഈ വർഷം മുഫദ്ദിസുമാർക്ക് കൊടുത്ത, കേരളത്തിന് പുറത്തുള്ള ഹാദിയ മദ്രസകൾക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരുപാട് മുഫദ്ദിസുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മുഫദ്ദിസുമാർക്ക് മാത്രം കൊടുത്ത ശമ്പളത്തിന്റെ കണക്ക് വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ വിളിച്ചു വാങ്ങി. ഈ കഴിഞ്ഞ 10 മാസം മാത്രം ഈ കൈത്താങ് ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളിലെ മുഫദ്ദിസുമാർക്ക് ഈ കൈത്താങ് ഫണ്ടിൽ നിന്ന് കൊടുത്ത ശമ്പളം മാത്രം 68 ലക്ഷം രൂപയാണ്. 68 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ കൈത്താങ് ഫണ്ട് മുടക്കാൻ വേണ്ടി പല ആളുകളും കൂട്ടത്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കണക്കുകൾ വേർതിരിച്ച് പറയുന്നത്. ഓരോരുത്തരും കൂടെ കൂടിയിട്ട് എന്നാ പിന്നെ നമ്മുടെ സ്കൂളിലും വേണ്ട, നമ്മുടെ മദ്രസയിലും വേണ്ട, നമ്മുടെ മഹലിലും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോ പല ആളുകളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, ഈ സമുദായത്തിനും പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനിടയിൽ അഭിമാനബോധം ഉണ്ടാക്കിയിട്ടൊരു പത്രത്തെ അവസാനിപ്പിക്കുക, ഈ രീതിയിലുള്ള ദുഷ്ടലാക്കോടുകൂടി